ഇവരൊക്കെ ഇവിടെ നിന്ന് സമാധാനമായിട്ട് ഭക്ഷണം കഴിക്കുന്ന കാണുമ്പോഴാണ് എനിക്ക് ആശ്വാസമായത്. ഗ്രീൻ ബ്ലേസർ വാങ്ങിച്ചതാണ് ഈ ഈവെന്റിന് വേണ്ടി. പക്ഷെ ഡെലിവർ ആയില്ല. എല്ലാരും ഹൈ പറയൂ. ഹായ്. ഭയങ്കര സിങ്ക് കിട്ടോ. ഞങ്ങൾ അടുത്ത് തട്ടിപ്പോയെന്ന്. ഭയങ്കര ബുദ്ധിമുട്ട്. ഞാൻ തലയിൽ ഇങ്ങനെ വെട്ടിപ്പോളണമാര് തോന്നുന്നുണ്ട്. പക്ഷേ ദിസ് ഇസ് മോം ലൈഫ്. അച്ഛനുണ്ടെന്ന് വെച്ചാൽ ഭയങ്കര ഹാപ്പി തന്നെ. അച്ഛൻ ഭയങ്കര പ്രൗഡായനെ. ഹലോ, വെൽക്കം ടു ഡേ 2. ഇവിടെ രാവിലെ തന്നെ ബഹളങ്ങൾ ഇവിടെ. ഞങ്ങൾ രാവിലെ ഒരു 7:30 കഴിഞ്ഞപ്പോൾ എണീറ്റു. പിന്നെ ബ്രഷ് ചെയ്തു. ഞാനിപ്പോ മക്കളെ രണ്ടുപേരും കുളിപ്പിച്ചു. ഇപ്പൊ എത്ര മണിയായെന്ന് ചോദിച്ചു കഴിഞ്ഞാല് 8:25 ആയി. ഇപ്പൊ ഞാൻ കുളിക്കാൻ വേണ്ടി പോവാണ്. ഇന്നാണ് നമ്മളുടെ 2 ഈവന്റ് ഉണ്ടാവണത്. അപ്പൊ ഒരു 8:45 ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ചെല്ലണം എന്നാണ് സോഫാറിന്റെ പ്ലാൻ. ബിക്കോസ് 11 o'clock ഒരു പരിപാടി ഉണ്ടല്ലോ. അപ്പൊ അതിനുള്ളിൽ നമ്മൾ 1.5 മണിക്കൂറിനുള്ളിൽ റെഡി ആയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങണ്ടേ. അപ്പൊ അതുകൊണ്ട് ഞാൻ കുളിക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ തൽക്കാലത്തേക്ക് ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ഡ്രസ്സാണ് എടുത്ത് വെച്ചേക്കുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് വേണം പോയി കഴിച്ച് വന്നിട്ട് എനിക്ക് റെഡി ആവാൻ വേണ്ടിയിട്ട്. ഉണ്ണിക്കുട്ടി ഇവിടെ കിടക്കാണ്. ഇവിടെ വാവേൻ്റെ അടുത്ത് വഴക്കിട്ട് കിടക്കും. അമ്മയും വാവയും കൂടി അവിടെ ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ വേഗം പോയി കുളിച്ചിട്ട് വരട്ടെ. എന്നിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോണം. ഹലോ, ഞങ്ങളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ് കാണിച്ചു തരാം. ദോശ, തട്ടുദോശ, ചട്നി, സാമ്പാർ, പിന്നെ ഉള്ളത് ഉപ്പുമാവാണ് കേട്ടോ. ഉപ്പുമാവ് നമ്മൾ എടുത്തിട്ടില്ല. ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. സോ വേഗം ഇനി ഞങ്ങൾ കഴിക്കട്ടെ. എനിക്ക് വളരെ ടൈം കുറച്ചുള്ളൂ. എനിക്ക് ഇതുങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാമെന്നില്ല. ഇനി ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം ഒരു 9:15 നമ്മൾ റൂമിലെത്തിയിട്ട് വേണം നമുക്കിനി റെഡി ആവാൻ തുടങ്ങാൻ. ബിക്കോസ് ഒരു 10:45 ഒക്കെ ആകുമ്പോഴത്തേക്ക് പോകാൻ തോന്നുന്നു. ബിക്കോസ് 11 o'clock ഫസ്റ്റ് ഇൻഫ്ലുവൻസർ മീറ്റ്. സോ ഞാൻ വേഗം കഴിക്കട്ടെ. ഉണ്ണിക്കുട്ടി ഗുഡ് മോർണിംഗ് പറയടാ. ഉണ്ണിക്കുട്ടി അമ്മ ഗുഡ് മോർണിംഗ് പറയടാ. എങ്ങനെയുണ്ട്? നല്ലതാണോ ബ്രേക്ക്ഫാസ്റ്റ്? നല്ല ബ്രേക്ക്ഫാസ്റ്റ്. മോനു കഴിക്കടാ. ഫോട്ടോ എടുത്തോണ്ടിരിക്കാണ്ട് ഭ്രാന്ത്. ഹലോ, ഞങ്ങളിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് വന്നു. ഇവിടെ ഈ ചെറുതൊരു സാധനം കഴിക്കുന്നില്ല ഇന്നലെ മുതൽ. എനിക്കൊണ്ട് ഇങ്ങോട്ട് ചൂട് കൂടിയിട്ടാന്നോണ്. തണുപ്പൊക്കെ ആയിരുന്നു. അവിടെ വെച്ച് എല്ലാ കണക്കാണ്. ഇനിയിപ്പോ ഇവിടത്തെ കണക്കൊന്നും ഞാൻ പറയണില്ല. ഇവിടെ വന്നിട്ട് തീരെ കഴിക്കണില്ല. നിങ്ങൾ ചൂട് എടുത്തിട്ടാണ് കഴിക്കാത്തത്. അപ്പൊ പിന്നെ ഞങ്ങൾ സ്ക്രാമ്പിൾഡ് എഗ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് കഴിച്ചു. അപ്പൊ അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കാൻ. എന്നാലും വലിയ സന്തോഷത്തിലൊന്നും അല്ല ആള്. അപ്പൊ ഇനിയിപ്പോ ഞാനൊരു 11:30 12 o'clock നമുക്ക് പോയാൽ മതി എന്ന് പറഞ്ഞു. 12 o'clock സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പൊ നമുക്ക് കുറച്ച് സമയമുണ്ട്. അപ്പൊ ഞാൻ ഇവർക്ക് സ്നാക്സ് ഒന്നും കൊണ്ടുവരാനുള്ള സ്ഥലം എന്റെ ബാഗിലുണ്ടെന്നില്ല. അപ്പൊ ഇവിടെ നിന്ന് എവിടെയെങ്കിലും വാങ്ങാൻ തന്നെ പ്ലാൻ. അപ്പൊ കാർത്തിയുടെ അടുത്ത് ചോദിച്ചപ്പോ കാർത്തിന്റെ ഫ്രണ്ട് അവരുണ്ടല്ലോ, അവർ കാറിനാണ് വന്നേക്കുന്നത്. അപ്പൊ അവരായിട്ട് ഞാൻ പോയിട്ട് എന്തെങ്കിലും സ്നാക്സ് വാങ്ങിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് സമാധാനമായിട്ട് പോയിട്ട് വരും. അപ്പൊ ഇത് തിന്നും കുടിച്ചൊക്കെ നിങ്ങൾ ഇരുന്നോളൂ ഇവിടെ. അപ്പൊ ഇവിടെ രണ്ടും കൂടി ഇരിപ്പുണ്ട്. ഞാൻ വേഗം അവരുടെ കൂടെ പോയിട്ട് എന്തെങ്കിലും സ്നാക്സ് വാങ്ങാനുള്ള ഒരു പ്ലാനിലാണ്. ഞാനും കാർത്തിയുടെ ഫ്രണ്ടും കൂടിയാണ് നമ്മള് സ്നാക്സ് വാങ്ങിക്കാൻ വേണ്ടി വന്നത്. ഇവിടെ ഒരു കുറച്ച് മൂവ് ചെയ്തപ്പോൾ തന്നെ 1/2 kilometer വന്നപ്പോൾ തന്നെ അവരുടെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഉണ്ടാവുമെന്ന്. അപ്പൊ നമുക്ക് കുറച്ച് സ്നാക്സ് കിട്ടി. കണ്ട, കുറച്ച് ബിസ്ക്കറ്റും 2 ചിപ്സും ഒരു ചോക്കോപ്പയും ആണ് നമുക്ക് കിട്ടിയത്. ഞാൻ വരണ വരെ ഇതൊക്കെ തിന്നും കുടിച്ചൊക്കെ സെറ്റ് ആയിട്ടിരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഹലോ, ഇപ്പൊ 10:15 അല്ലേ? അല്ല 10:24 ടൈം. ഞാൻ റെഡി ആവാൻ വേണ്ടി പോവാണ്. ബിക്കോസ് നമുക്കൊരു 11:30 11:45 12 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങണം. അപ്പോൾ എനിക്ക് ഹെയർ ഒന്ന് ശരിയാക്കണം. കണ്ടില്ലേ, ഇതൊക്കെ ഒന്ന് സ്ട്രെയിറ്റൻ ചെയ്ത് ഒന്ന് മനുഷ്യക്കോലത്തിലാക്കി എടുക്കണം. അപ്പോൾ അതാണ് ഞാൻ ഫസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്നിട്ട് പയ്യെ മേക്കപ്പ് ഒക്കെ ചെയ്ത് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. അതാണിപ്പോൾ ആസ് ഓഫ് നൗ നമ്മുടെ അപ്ഡേറ്റ്. റെഡി ആവണേ മുന്നേ നമ്മളുടെ പിള്ളേരൊക്കെ എന്താ ചെയ്യണേന്നൊന്ന് നോക്കാം എന്നിങ്ങനെ ഞാൻ വിചാരിച്ചിങ്ങോട്ട് ഇറങ്ങിയതാണ്. ഒന്ന് ഇവരൊക്കെ എന്താ ചെയ്യണേ നോക്കട്ടെ. ഇവരൊക്കെ റെഡി ആയിട്ടിരിക്കണമെന്ന് വെച്ചപ്പോഴത്തേക്ക് നിങ്ങളൊക്കെ ഇവിടെ കുളിച്ച് നനച്ച് ഭക്ഷണം കഴിക്കാൻ വന്നിട്ടേ ഉള്ളൂ. എവിടെ മുട്ട കഴിക്കാനല്ലേ, പരിപോഷിപ്പിച്ചോണ്ടിരിക്കാനല്ലേ? കണ്ടില്ലേ പരിഷ്കാരികൾ. ഇവരൊക്കെ ഇവിടെ നിന്ന് സമാധാനമായിട്ട് ഭക്ഷണം കഴിക്കുന്ന കാണുമ്പോഴാണ് എനിക്ക് ആശ്വാസമായത്. ഞാനിത് തുടങ്ങാൻ വേണ്ടി പോവുമായിരുന്നു. സമാധാനായി, സെറ്റ്. കഴിക്കും നന്നായിട്ട് കഴിക്കും. അപ്പൊ അവിടുത്തെ ചിറ്റാറ്റും പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ അധികം ഞാൻ ലേറ്റ് ആയ 10:45 നമുക്കൊരു 11:12 ഇറങ്ങാവുന്നതാണ്. അപ്പൊ അത് ഇനി അവിടെ പറ്റാണ്ടെന്ന് ശരിയാവില്ല. അപ്പൊ ഞാൻ വേഗം തന്നെ എന്റെ റൂമിലേക്ക് പോവാണ്. ഹലോ, ഇപ്പൊ ഞാൻ റെഡി ആയി കഴിഞ്ഞു. ഇപ്പൊ ഒരു 11:45. അപ്പൊ അവര് ഇനിയിപ്പോ നമുക്ക് എന്താണ് നമ്മൾ ഇറങ്ങാൻ വേണ്ടിയുള്ളത്. നമുക്ക് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്ന് ഇട്ടിരിക്കുന്നത് നമ്മളുടെ ഈ സെയിം പിങ്ക് ബ്ലേസറും ബ്ലാക്ക്
ഇന്നേഴ്സ് വിത്ത് ബ്ലാക്ക് പാൻസ് ആണ് കേട്ടോ. ഞാൻ ആക്ച്വലി വാങ്ങിക്കുന്ന ഒരു ഗ്രീൻ ബ്ലേസർ വാങ്ങിച്ചതാണ് ഈ ഈവെന്റിന് വേണ്ടി, പക്ഷെ ഡെലിവർ ആയില്ല. അപ്പൊ എനിക്ക് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നു, വേറെ വഴിയില്ലാണ്ട്. അല്ലെങ്കിൽ ഞാൻ ഗ്രീൻ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. സോ ഒന്നും ചെയ്യാനില്ല. ഇതാണ് എന്റെ ഡ്രസ്സ്, ജസ്റ്റ് ബ്ലാക്ക് പാൻസും ആൻഡ് ഒരു ബ്ലാക്ക് ഒരു ഇന്നറും ആൻഡ് ദിസ് ആൻഡ് ഈ ഒരു പിങ്ക് ബ്ലേസർ ഇത് കണ്ടില്ലേ, ഇതാണ് എന്റെ ഡ്രസ്സ്. എന്റെ ദൈവം, ഞാൻ ഇവിടെ കിടന്ന് തിരക്ക് പിടിച്ച് ഓടി ഒരു കണക്കിന് ഒപ്പിച്ചതാണ്. ആൻഡ് ഈ ഒരു YSLന്റെ ഒരു ഇയറിങ്സും അടിപൊളിയായിട്ടില്ലേ. ഇനിയിപ്പോ വേറെ ഒന്നുമില്ല, ഞാൻ ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഹലോ, നമ്മള് എല്ലാവരും ഉണ്ട്, നമ്മളിവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ക്യാബിന് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. അതെ കണ്ടില്ലേ സെറ്റപ്പ് ടീംസുകൾ, സ്വന്തം എഫേർട്ട് ഇട്ട് സ്റ്റൈൽ ചെയ്ത എനിക്ക് ഇഷ്ടപ്പെട്ടു. സൂപ്പർ ആയിട്ടുണ്ട്. പൊളി വൈബാണെന്ന്. ഇത് നമ്മള് അവാർഡിന് മുന്നേ ഉള്ള ഡ്രസ്സ്, ഇത് വേറെ അതെ മേഘ സെറ്റപ്പ് ആയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. എവിടെ ഇതാണോ നീ വരുന്നത്? അല്ല അപ്പോ എന്നാലും കുഴപ്പമില്ല. വൈകുന്നേരം വേറെ ഇത് നമ്മുടെ കാത്തിന്റെ ഫുൾ ടീം, ഇന്റലക്സിന്റെ ടീം, പോഡ്കാസ്റ്റ്. അതെ അതെ അതെ, എല്ലാരും ഹൈ പറയൂ. ഹായ്. അതെ എന്തൊരു വിനയായിട്ട് ഭയങ്കര സിങ്ക് കേട്ടോ. ഇവിടെ നമ്മള് ഒരു ജീവകാരുണ്യ പ്രവർത്തനം നടത്താൻ വേണ്ടി പോയതാ. ജീവരക്ഷ FRK സന്ദീപും കൂടെ അവളുടെ ഡോർ ചോട്ടി പൊളിക്കാൻ. ആരുടെയാണ്? ഗ്ലാമി ഗംഗയുടെ. അവള് രാത്രി ഉറങ്ങിയിട്ട് 11 മണിയുടെ മാത്രം തുറക്കുന്നില്ല. ഞാൻ പറഞ്ഞു കേസ് ഉറങ്ങായിരുന്നു, പക്ഷെ ആരും വിശ്വസിച്ചില്ല. ഞങ്ങൾ ഓർത്ത് തട്ടിപ്പോയെന്ന്. ഡാർക്ക് പാവപ്പെടണമെന്ന്. എടാ അവനെ വിളിച്ചിട്ട് എടുക്കുന്നില്ല, കോൾ എടുക്കുന്നില്ല, ഡോർ മുട്ടിട്ട് എടുക്കുന്നില്ല, ബെല്ലെടുത്ത് എന്തോ ഓരോ ആൾക്കാരെന്ന് വിളിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിയാണല്ലോ. കാരണം എന്റെ ബാധിച്ചൊരു ഗംഗേ ഭാഗ്യത്തിന് അവിടെ തുറന്നു. ഇനി ഗംഗ വരാനുണ്ട്, അശ്വി, ശരണ്യ, അനുപ. ഇവരൊന്നും ഇതുവരേക്കും എങ്ങും എത്തിയിട്ടില്ലെന്നാ പറഞ്ഞേ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതിനെയൊക്കെ പുതിയ മണ്ഡലം ചടിക്കണ്ട. 2 പിള്ളേരുള്ള ഞാൻ റെഡിയായി നിക്കടാ. അതുകൊണ്ടാണ് റെഡി ആയത്. അതിന് ഉത്തരവാദിത്തമുണ്ട് കുറച്ച്. ഉത്തരവാദിത്തം ആവാറായിട്ട്. അതെ അതുകൊണ്ടായിരിക്കും. ക്ഷമിച്ചേക്കാം, അവിടെ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു കേട്ടോ. അപ്പൊ നമ്മൾ ഇനി വണ്ടി വന്നിട്ടാണ് നമുക്ക് ചടിക്കരുത്. വണ്ടി വന്നു. നമ്മളിപ്പോ താജ് കൺവെൻഷൻ സെന്ററിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അയ്യോ ആൾക്കാരൊക്കെ ഉണ്ട്. ഇനി നമുക്കിവിടെ എൻ്റർ ചെയ്യണം. എനിക്ക് ടാഗ് കിട്ടി, ഞാൻ എൻ്റർ ചെയ്തു. ഇനി ഞാൻ മേഘയ്ക്ക് വേണ്ടി എൻ്റർ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. സോ നമ്മൾ വളരെയധികം എക്സൈറ്റഡ് ആണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ടൈം എൻ്റെ ഇവന്റ് ആയതുകൊണ്ട് ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആണ്. അമ്മ മേഘ ഇവിടെ എൻ്റർ ചെയ്തോണ്ടിരിക്കുന്നത്. ഇതേ കണ്ടാ നമ്മുടെ സെറ്റിന്റെ കണ്ടില്ലേ? അടിപൊളി. നമ്മൾ എൻ്റർ ചെയ്തതിന് ടാഗൊക്കെ കിട്ടിക്കഴിഞ്ഞ ശേഷം അവിടെ വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഫോട്ടോ ബൂത്ത് വീഡിയോ ബൂത്ത് മാതിരി ഉണ്ടായിരുന്നു. അവിടെ പോയി നമ്മൾ കുറച്ച് റീൽസൊക്കെ എടുത്തു. ജസ്റ്റ് ഔട്ട്ഫിറ്റിൻ്റെ കുറച്ച് റീൽസ് ഇട്ടു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് കുറേ റീൽസ് എടുക്കാനുള്ള സാവകാശമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. ഓൾസോ അവരുടെ സൈഡിൽ നിന്നുള്ള ക്യാമറാമാൻ ഉണ്ടായിരുന്നു, അവർ വന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ നമ്മൾ ഉള്ളിലേക്ക് കയറിയിട്ടോ. ഷോ നമ്മളെ കാണാനില്ല. നമ്മളിപ്പോൾ അകത്തേക്ക് കയറാൻ വേണ്ടി പോകാനില്ല. ടൂ മച്ച് സ്ട്രെസ് ഔട്ടല്ലേ തുടങ്ങിയടാ. ഇവിടെ ഞാനും വേഗം മമ്മിയാണ് എത്തിയിരിക്കണം. അവര് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഓൾറെഡി പരിപാടി തുടങ്ങി. എനിക്ക് പേടിയാവും, ഭയങ്കര വലിയ പരിപാടിയാണ്. ഇവിടെ ഒരു കുഞ്ഞു ഫ്രണ്ടിനെ എനിക്ക് കിട്ടി. പേര് പറയൂ. സെസയ്ക്ക് എന്റെ മേക്കപ്പ് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് സെസ വന്നിട്ട് എനിക്കൊരു പൂവൊക്കെ തന്നു. സ്വീറ്റല്ലേ. എടാ ഹായ് പറയൂ. രണ്ടുപേരുടെ ചാനലിന്റെ പേര് പറയൂ. ബീബാസ് വേൾഡ്. കണ്ടോ നമ്മുടെ സബ്സ്ക്രൈബർ ചങ്കുകള്. ഇവര് ക്രിയേറ്റേഴ്സ് ആണ് കേട്ടോ. ഇവര് ഈവന്റ് വന്നേക്കാണ് അവിടെ അല്ലെ. ഇങ്ങനെ നിങ്ങൾ കുറെ നേരം എത്തിയിട്ട് നമ്മുടെ എല്ലാവരും എത്തിയിട്ടുണ്ട്. എവിടെ നമ്മളിവിടെ വന്നിട്ട് കൊറേ നമ്മുടെ ഫാമാണോ ഫ്രണ്ടാണോ 4 കുഞ്ഞുമാന്മാരുണ്ട് കേട്ടോ. ഒറ്റടിക്ക് അടിപൊളി ചാനലൊക്കെ ഉള്ളതാണ്, കണ്ടു നോക്കണം. സൂപ്പർ. എന്നിട്ട് ചാനലിന്റെ പേര് പറഞ്ഞു കൊടുക്കും. ഐഷ എസ്കാർ. പേര് തന്നെയാണ്. അതെ തന്നെ. അപ്പൊ അടിപൊളി. ഇവിടെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട്. കുറച്ച് ആൾക്കാർ ഇങ്ങനെ നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുക. എനിക്ക് അപ്പൊ പാനിക് ആവുന്നു.
ഹായ് പറയൂ നമ്മുടെ ആഷ്ഫാം അല്ലെ. എവിടെ നമ്മുടെ സ്നേഹക്കുട്ടി വന്നിട്ടുണ്ട്. സ്നേഹക്കുട്ടി എവിടെ? സ്നേഹം വാരി വിതറുന്ന സ്നേഹം വാരി വിതറ. നീ ആരാ നോക്കി നമ്മളുടെ അടിപൊളി അസ്ലാമാണ്. ഞാൻ പറയുന്നത് എനിക്ക് ചേച്ചി കണ്ടതിൽ ഒരുപാട് സന്തോഷം. കാരണം ഞാൻ കുറെ കാണാൻ ആഗ്രഹിച്ച ഒരാളാണ് ചേച്ചി. ഞാൻ ഈവനിങ് ഫംഗ്ഷനിൽ റെഡിയാവാൻ വേണ്ടി. ഞാനപ്പോ ഇന്നലെ അലക്കിക്കട്ടെ പേജിന്റെ പോസ്റ്റ് കണ്ടപ്പോ ഞാൻ ഇങ്ങനെ മീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഒരുപാട് സന്തോഷം. നമ്മുടെ കുഞ്ഞാറ്റിയും ഇച്ഛായനെ കണ്ടോളൂ. നല്ല കളറായതുകൊണ്ട് പിന്നെ അങ്ങനെയൊന്നും പറയുന്നത്. വാവയുണ്ട്. വാവ ഇവിടെ. വാവ ആകെ സാഡാണ് കേട്ടോ. ഒത്തിരി പേര് കണ്ടിട്ട് ഭയങ്കര ഇതായിട്ട് എനിക്ക് ഒരുപാട് സന്തോഷം. സോ ഹാപ്പി. എവിടെ 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 വരൂ. സോ ഹാപ്പി. നമ്മളിപ്പോ നല്ല അടിപൊളി ബിരിയാണിയൊക്കെ കഴിച്ച് കണ്ടുകിട്ടി. ഓരോ ആൾക്കാരെ കണ്ടുകിട്ടിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ ഫുഡിന്റെ കാര്യം വന്നപ്പോ എല്ലാവരും ചെതറിപ്പോയി. ഞാനും ഗ്ലാമി അല്ല മേഘയും കൂടി ഫുഡ് കഴിച്ചു. എല്ലാരെയും കണ്ടിട്ടിരിക്കുകയാണ്. ഹലോ, ഞങ്ങൾ കഴിച്ചു ഹംബിൾ. ഞങ്ങൾ കസിൻസ് അറിയോ? രക്തബന്ധം എങ്ങനെയാന്ന് മൊത്തം ചോദിക്കരുത്. അതെ, എല്ലാവരും ഒന്ന് ഹായ് പറയൂ. ഭക്ഷണം കഴിക്കണതിന്റെ ഇടയില് കുട്ടികൾ. അതെ അതെ അതെ, അശ്വിനി മെഡിക്കുകയാണ്. അവള് കറക്റ്റ് സമയത്ത് ഹായ് പറഞ്ഞു. എവിടെയും മോനെ ഹായ് പറയൂ. ഹംബിൾ അവൻ ഹംബിളായിരുന്നു ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുന്നത്. ഞാനും ഹംബിളും ഭയങ്കര കസിൻസ്. ഭയങ്കര കസിൻസ്. ഈ ബ്ലോഗിൽ കൂടിയാണ് സത്യം വെളിപ്പെടുത്തുന്നത് അല്ലേ? ടൈറ്റിൽ എന്താ? നമ്മളും ഞാനും തമ്മിലുള്ള ബന്ധം. അത് വേണോ? അത് വേറെ. നിങ്ങളിത് കേട്ടോ ഞെട്ടും. ഏതാ ഞെട്ടാൻ റെഡിയാണോ? ഇതൊക്കെ നമ്മൾ കൊടുക്കും. ഞാനിപ്പോൾ വീട്ടിലേക്ക് വീട്ടിലല്ല, ഞാനിപ്പോൾ റൂമിലേക്ക് പോവാണ്. ഇപ്പോൾ മോർണിംഗിൽ ഇപ്പോൾ ഓണറിങ് ആൻഡ് എക്സലൻസ് അവാർഡ്സ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മെയിൻ കാറ്റഗറി അവാർഡ്സ് ഒക്കെ വൈകുന്നേരമാണ് ഉണ്ടാവുന്നത്. ഈവനിങ്ങിലാണ് അവാർഡ് നൈറ്റ്. അതിലാണ് ഞാനുള്ളത്. ഓക്കെ, ഞാനത് പറഞ്ഞില്ലല്ലേ, സോറി കേട്ടോ. ഞാനിങ്ങനെ എക്സൈറ്റഡ് ആയിരുന്നു, എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് അവാർഡുണ്ട്. അപ്പോൾ നമുക്ക് ബെസ്റ്റ് ബ്യൂട്ടി ആൻഡ് ഫാഷൻ കോണ്ടന്റ് ക്രിയേറ്റർ അവാർഡ് എനിക്കാണ്, നമ്മുടെ ആഷ്ഫാമിനാണ്. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ മെയിൻ കാറ്റഗറി അവാർഡ്സ് ഒക്കെ വൈകുന്നേരമാണ്. സോ ഞാനിപ്പോൾ പോയിട്ട് ഡ്രസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. അത് തന്നെ. അപ്പോൾ ഞാനിപ്പോൾ ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരുന്നു. കാരണം മാവ അവിടെ ഭയങ്കര ബഹളമാണ്, ഭക്ഷണം കഴിക്കേണ്ട സ്ട്രൈക്കാണെന്നാണ് പറഞ്ഞത്. ചെന്നിട്ട് വേണം അവളെ സെറ്റ് ചെയ്ത് ഇനിയുള്ള വൈകുന്നേരമുള്ള ഇവന്റിന് എന്നിട്ടാണ് അമ്മയും മക്കളും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഹോട്ടലിലേക്ക് പോവാം. ഹലോ, ഞാനിപ്പോൾ വീട്ടിലെത്തി. ബാബയ്ക്ക് പാൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ആകെ 1 hour കഷ്ടമുള്ളൂ. നമ്മൾ ഈവനിങ് ഫംഗ്ഷനിലേക്ക് വേഗം തന്നെ നമുക്ക് ഡ്രസ്സ് സെപ്പ് ചെയ്ത് വേറെ രൂപമാറ്റം ചെയ്യേണ്ടതുണ്ട്. സോ ഞാൻ ഇനി വേഗം മോക്കെ കഴിഞ്ഞിട്ട് 1 2 റെഡി ആയിട്ട് കേട്ടോ. യെസ്, ഞാൻ ഓൾമോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ ഡ്രസ്സാണ്. ഞാൻ എന്തായാലും ഫോട്ടോ ആഡ് ചെയ്യാം. എനിക്ക് ഫുള്ള് കാണിക്കാൻ പറ്റുന്ന എനിക്ക് അറിയില്ല കേട്ടോ. ബിക്കോസ് മോള് ഭയങ്കര കരച്ചിലാണ്. ഒരു കണക്കിന് ഞാനിപ്പം അമ്മേൻ്റെ അടുത്ത് ഭക്ഷണം കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട് പുറത്ത്. പക്ഷെ അമ്മ കൊടുത്തിട്ട് ഭക്ഷണം പോലും കഴിക്കുന്നുണ്ടായിരുന്നില്ല. സോ ഭയങ്കര സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ടാണ് ഞാൻ റെഡി ആയിക്കണത്. സോ ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സ്. എനിക്ക് അലങ്കൃത ബൈ രേഷ്മ എന്നിട്ട് ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് അവർ സെൻഡ് ചെയ്ത് തന്നെ ഒരു ഡ്രസ്സാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. എന്താ പറയാ, നല്ലൊരു പ്ലീറ്റഡ് സ്കേർട്ടും സാരി പ്ലീറ്റഡ് സ്കേർട്ടും ക്രോപ്പ് ടോപ്പും ആൻഡ് ഓൾസോ നിറച്ച് വർക്കുള്ള ഒരു ജാക്കറ്റും ആണ് കേട്ടോ. അപ്പൊ അതിന് ഞാൻ ഇങ്ങനത്തെ ഒരു ബോൾഡ് ലുക്ക് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഗോൾഡൻ ഐസും റെഡ് ലിപ്സും, ബിക്കോസ് ഈവനിങ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ നല്ല വലിയൊരു സ്റ്റേറ്റ്മെന്റ് ഇയറിങ്സും ആൻഡ് ഓൾസോ ഫിംഗറിങ്സും ഇട്ടിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാനുള്ളത്, മോം ഡ്യൂട്ടി, മോളെ പോയിട്ട് റെഡിയാക്കണം. ഇനിയിപ്പോൾ അവർ വിളിക്കുമ്പോൾ എനിക്ക് വേഗം പോകണം. ഒരു ചെറിയ ഇന്റർവ്യൂ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് വേണം ഒന്ന് ഫ്രീ ആവാൻ. എനിക്കറിയില്ല, എനിക്ക് വാവ കിടന്ന കാരണം കൊണ്ടിട്ടുണ്ടല്ലോ എനിക്ക് ഭയങ്കര സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ടിരിക്കുകയാണ്. ഭയങ്കര ബുദ്ധിമുട്ടായി, തലയൊക്കെ ഇങ്ങനെ വെട്ടിപ്പോകണം ആര് തോന്നുന്നുണ്ട്. പക്ഷേ ദിസ് ഇസ് മോം ലൈഫ്.
ഓക്കെ, അപ്പൊ ഞാൻ ഒരു പണിയാൻ വേറെ തന്നെ കൊച്ചെന്തിയാന്ന് പോയി നോക്കട്ടെ. ഹലോ, നമ്മളത് ഈവനിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി ഇറങ്ങി. നമ്മളുടെ കൂടെ അല്ല, ഞങ്ങളുടെ കൂടെ കാർത്തിക് ശങ്കറിന്റെ കൂടെയാണ് നമ്മൾ പോകുന്നത്. ഹായ് പറഞ്ഞു, ഹായ് പറഞ്ഞു, ഹായ് ഹായ് ഹായ്. ഞങ്ങൾ ഇറങ്ങി. എത്ര മണിയായി? സത്യം പറഞ്ഞാൽ ഇപ്പൊ ഒരു 5:45 സോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ബാക്കിൽ അമ്മയുണ്ട്, ഉണ്ണിക്കുട്ടി ഉണ്ട്, കാർത്തിന്റെ 2 ഫ്രണ്ട്സ് ഉണ്ട്. അയ്യോ, ഒരാളിവിടെ. അയ്യോ, അവര് കൺജസ്റ്റഡ് ആയിട്ട് ഇരിക്കട്ടോ. അപ്പൊ നമ്മൾ വേഗം ഈവനിങ് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി എക്സൈറ്റഡ് ആണോ കാർത്തി? അത്യാവശ്യം ഞാനും. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അവിടെ എത്തിയിട്ട് കാണാം ബാക്കി. ഹായ് പറയും വാവ, ഹായ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. എനിക്ക് ഔട്ട്ഫിറ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അലങ്കൃത ബൈ രേഷ്മ എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് എനിക്ക് സെൻഡ് ചെയ്ത് തന്നതാണ്. അവർ ഡിസൈൻ ചെയ്ത് സെൻഡ് ചെയ്ത് തന്നതാണ്. ഇതൊരു സാരി പ്ലീറ്റഡ് സ്കേർട്ടും ക്രോപ്പ് ടോപ്പും ഫുൾ വർക്കുള്ള ക്രോപ്പ് ടോപ്പും ആൻഡ് ജാക്കറ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ആൻഡ് അടിപൊളിയായിട്ടുണ്ട്. ഞാൻ റെഡ് ഒരിക്കലും എങ്ങും ഇടാത്ത ഒരു കളറാണ്. ബട്ട് എൻ്റെ സ്പെഷ്യൽ ഡേന് റെഡ് ഇട്ടപ്പോൾ ഐ ഫീൽ സോ ഹാപ്പി. ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് പറയണേ. ഇവിടെ ഒരാൾക്ക് സ്നേഹയുടെ ഡ്രസ്സും മാലയും കമ്മലും എല്ലാം അങ്ങനെ ബോധിച്ച് കൈ പോയിരിക്കണോക്കെ. ശരി അമ്മേ, ഞങ്ങളിപ്പോ ഈവെന്റിന് വേണ്ടി എത്തിയിട്ടുണ്ട്. തുടങ്ങിയിട്ടില്ല, നമ്മളിങ്ങനെ പയ്യെ ഇവിടെ വെയിറ്റ് ചെയ്യാണ്. അമ്മയും വാവയും ഉണ്ണിക്കുട്ടിയും കൂടി ഇവിടെ ഇരിക്കുകയാണല്ലേ, അവിടെ അവർ ഇരിപ്പുണ്ട്. ഇതേ നമ്മളുടെ ഇവന്റിൽ വെച്ച് നമ്മളുടെ ആം സൂപ്പർ ഹീറോ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ് നിങ്ങളുടെ കോമഡി. അങ്ങനെ ഒരു 2-3 കണ്ടന്റ് വേഗം തന്നെ ഫോളോ ചെയ്തതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ക്യാമറമാനോ ഹായ് പറയൂ. ഹായ്, ഇവരുടെ മൊത്തം ടീമാണത്. പൊളി മച്ചാമാരാണ്. ഞാൻ പിന്നല്ല, പ്ലീസ് ഡു അല്ലേ. നമ്മളിവിടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഹായ്, ഞങ്ങളിവിടെ സെറ്റായി. ഇതൊക്കെ ഇവിടെ ഒരാളെന്താ ഇവിടെ കുറുമ്പ് കാണിച്ചിട്ട് ഒരു രക്ഷയില്ല. ഇവിടെ എനിക്ക് ഇതിനെ മാത്രം എനിക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. കയ്യിൽ നിന്ന് ഓടുകയാണ്, ഇവിടെ നടക്കുകയാണ്, ഇപ്പൊ ഫ്രണ്ടിൽ നടക്കുകയാണ്. ഇപ്പൊ ഇനി എന്തെങ്കിലും ആവട്ടെ എന്ന് അമ്മയും ഉണ്ണിക്കുട്ടിയും കൂടി ബാക്കിലുണ്ട് അവിടെ. ഹായ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, ഹായ്. അപ്പോൾ അവർ ബാക്കിലിരിക്കുകയാണ്. എനിക്ക് അങ്ങോട്ട് തന്നെ വിടാൻ പറ്റുന്നില്ല, ഇവന് അങ്ങോട്ട് പോകണില്ല. അപ്പോൾ പിന്നെ എന്തെങ്കിലും അവിടെ ഇവിടെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. ഇന്ന് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് എൻ്റെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള 2 അടിപൊളി ക്രിയേറ്റേഴ്സാണ്. വരും സാഫ് ബോയ്സുകളെ. എനിക്ക് ഒരു ഇൻട്രൊഡക്ഷൻ ഒരു ആവശ്യമില്ല. ഇല്ല, ഒരാൾക്കും ആവശ്യം ഉണ്ടാവില്ല. ഇവർക്ക് അറിയാൻ ഭയങ്കര ഇടിയാണ് അല്ലേ. ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് ആയിട്ടാണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പൊളിയാണ്. എവിടെ ഭാര്യ ഇപ്പൊ ഉറപ്പാണല്ലോ അല്ലേ. പ്രതീക്ഷിക്കാം. എവിടെ കാർത്തി? എവിടെ കാർത്തി? ഹായ് ഹായ് ഹേ ഗൈസ്, ഹായ് ബ്ലഷ് ഫാം. ആഷ് ഫാം പറയൂ. ഹായ് ആഷ് ഫാം. അതെന്താ? അതെന്റെ ഫാമിലി. ഹായ് ചാര ഫാമിലി. ചാരക്കുടുംബം. ഇന്നലെ എന്റെ വന്നൊരു മണവാള അടിച്ചായിട്ട് ക്ഷീണായിരിക്കും മാറിയിട്ടില്ല സുഹൃത്തുക്കളെ. ലൈറ്റായിട്ട് വേറെ എന്തെങ്കിലും വേണോ? വേണ്ട. അങ്ങനെ ഒരെണ്ണം അടിച്ചോ? വേണ്ട, അടിക്കാറില്ല. എനിക്ക് അങ്ങനെ ഒരു മൂഡ് തരണം. അവൻ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. സെറ്റ് പിന്നെ പൊളിയല്ലേ. ഇത് നീ തന്നെ സ്റ്റൈൽ ചെയ്താണോ രാവിലത്തെ പോലെ? പൊളിച്ച് സൂപ്പർ ആയിട്ടുണ്ട്. സൂപ്പർ. ഇത് അവിടെ മാനിക്കിൻ എങ്ങനെ ഇരുന്നു അതേപോലെ എടുത്തു. നന്നായി. അങ്ങനെ നമ്മൾ പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്തിരിക്കുകയായിരുന്നു. നല്ല അടിപൊളിയായിട്ടുള്ള പാട്ട്, ഡാൻസ് എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ എന്തൊരു 7:30 ഒക്കെ ആയപ്പോഴാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. നല്ല എൻ്റർടൈനിങ് ആയിട്ടുള്ള പ്രോഗ്രാമായിരുന്നു. നിറച്ച ആൾക്കാരുണ്ടായിരുന്നു. നമ്മളുടെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നു, ഫ്രണ്ടിലും ബാക്കിലൊക്കെ ആയിട്ട്. അപ്പോൾ ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. എൻ്റെ ഫസ്റ്റ് ഇവൻ്റാണ്. ഇത്രയും വലിയൊരു ഇവൻ്റ് ആയതിൽ എനിക്ക് എത്രത്തോളം ഞാൻ ഗ്രേറ്റ്ഫുൾ ആണെന്ന് എനിക്ക് പറഞ്ഞാൽ മതിയാവില്ല. വാവ ഫുൾ ടൈം എൻ്റെ കൂടെ തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് കുറച്ച് പാട്ടുകളും പെർഫോമൻസസൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അവാർഡ് പ്രോഗ്രാം തുടങ്ങിയായിരുന്നു. സോ ഫസ്റ്റ് കാറ്റഗറി നമ്മളുടെ ബ്യൂട്ടി ആൻഡ് ഫാഷൻ ആയിരുന്നു. സോ ഒബ്വിയസ്ലി ഫസ്റ്റ് അവാർഡ് എനിക്കായിരുന്നു. അപ്പോൾ എന്താ പറയേണ്ടത്, എനിക്ക് ആ സമയത്ത് ഞാൻ ഓർത്തത് ഇത് ശരിക്കും ഒരു ഡ്രീം ആണോ എന്ന് എനിക്ക് ഇങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ബിക്കോസ് ഇത്രയും വലിയൊരു ബാനർ, ഇത്രയും വലിയൊരു അവാർഡ് ഫംഗ്ഷൻ, ഇത്രയും വലിയൊരു ഇവൻറ്റ് ടി വിയിൽ കാണിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ അതിന് എൻ്റെ ഫസ്റ്റ് അവാർഡ് കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എത്രത്തോളം പറഞ്ഞാൽ എത്ര ഗ്രേറ്റ്ഫുൾ ആണെന്ന് ഞാൻ പറഞ്ഞാലും മതിയാവില്ല. പക്ഷേ ഈ ഒരു സന്തോഷത്തിൻ്റെ ഒക്കെ ഇടയിൽ, എക്സൈറ്റ്മെൻറ്റിൻ്റെ ഒക്കെ ഇടയിൽ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് എൻ്റെ അച്ഛനെയാണ്. അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഓരോ നിമിഷങ്ങളും എനിക്കിങ്ങനെ ഭയങ്കര വിഷമം വന്നിട്ട് ഞാൻ ഫസ്റ്റ് ഇവൻറ്റിന് വന്നപ്പോൾ ഞാൻ കിടന്ന് കരയായിരുന്നു. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷേ എനിക്ക്
എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല. അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ എന്തോരം സന്തോഷിക്കായിരുന്നു, എന്തോരം അച്ഛൻ പ്രൗഡ് ആവുമായിരുന്നു. എത്ര ഇങ്ങനെ പറഞ്ഞ് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് ഓരോ നിമിഷം എനിക്ക് മിസ് ചെയ്യായിരുന്നു. ആൻഡ് ഉണ്ണിക്കുട്ടിയുടെ മുന്നിൽ വെച്ചിട്ട് എനിക്ക് അവാർഡ് വാങ്ങിക്കാൻ വേണ്ടി പറ്റിയതിൽ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. ബിക്കോസ് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ എടാ നിനക്ക് അവാർഡ് കിട്ടിയപ്പോൾ ഐ വാസ് എബൌട്ട് ടു ക്രൈ. എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി പ്രൗഡ് കാരണം. സോ ഇതിൽ കൂടുതൽ എനിക്ക് എന്താ വേണ്ടതല്ലേ. പിന്നെ ഭഗവാൻ ഞാൻ 1000 നന്ദി പറയുകയാണ്. അതിൻ്റെ കൂടെ എൻ്റെ ആഷ് ഫാം, എൻ്റെ സപ്പോർട്ടീവായിട്ടുള്ള ഫാമിലി, എല്ലാവർക്കും ഈ ഒരു വേളയിൽ ഞാൻ ഒത്തിരി താങ്ക്സ് പറയുകയാണ്. എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ലെന്ന് എനിക്കറിയാം. ബട്ട് യു ഗൈസ് ആർ ഇൻക്രെഡിബിൾ. നിങ്ങളുടെ ഒരു സപ്പോർട്ട് കാരണമാണ് ഇന്ന് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. താങ്ക്സ് എ ലോട്ട്. വരൂ എവിടെ നമ്മുടെ നീത്തൻ നിധി ഇവിടെ ഹായ് പറയൂ നമ്മുടെ ബ്ലോഗില്. എന്താ സെറ്റപ്പ് എന്ന് പറയാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ട സെറ്റപ്പ് ഒരുമിച്ച് കണ്ടില്ലേ? അടിപൊളി, സൂപ്പർ അടിപൊളി, കളിച്ച് കളഞ്ഞ്. ഹസ്ബൻഡ് ഇവിടെ നിന്റെ അവിടാണല്ലേ. ഡ്രസ്സ് കണ്ട നല്ല രസമുള്ള ഡ്രസ്സ് കാണാൻ വേണ്ടി അടിപൊളി. കുറച്ച് ലേറ്റ് ആയി പോയി കേട്ടോ വന്നത്. സുന്ദരി നിന്നിട്ട് ലേറ്റ് ആയി. ഇവനാ പിടിച്ചേക്കണം, വാവയാ ക്യാമറ പിടിച്ചാണ്. നമ്മുടെ ടീം അവരൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട്. എവിടെ വീട്ടിൽ പോണോ? വീട്ടിലല്ല, റൂമിലേക്ക്. ചങ്കുരുകുട്ടി എവിടെ? ഞാൻ പോവാ. അമ്മയ്ക്ക് തലവേന എടുക്കുന്നു. ഞങ്ങൾ പയ്യെ പോയി. ഹലോ ഞങ്ങളങ്ങനെ ഈവന്റ് കഴിയണേ മുന്നേ ആക്ച്വലി നമ്മൾ തിരിച്ചു പോകുന്നു കേട്ടോ. നമ്മളൊരു 9 മണിയൊക്കെ ആയപ്പോൾ തിരിച്ചെത്തി. 9:15 ബിക്കോസ് അമ്മയ്ക്ക് ഒട്ടും വയ്യ. ബിക്കോസ് അമ്മയ്ക്ക് ഭയങ്കര ബാക്ക് പെയിൻ, അതിൻ്റെ കൂടെ അമ്മയ്ക്ക് ഭയങ്കര തലവേദന. ഈ ഇത്രയും പാട്ടും വോളിയോ ഒക്കെ കേട്ടിട്ട് അമ്മയ്ക്കൊട്ടും നിൽക്കാൻ പറ്റുന്നില്ല. അപ്പം അമ്മയ്ക്ക് കുറേ നേരം ഇരുന്ന് നോക്കി. പിന്നെ നമ്മുടെ കാറ്റഗറി ഫസ്റ്റ് ആയതുകൊണ്ട് വേഗം അവാർഡ് കിട്ടിക്കഴിഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഇങ്ങോട്ട് പോകുന്നു. വരുന്ന വഴിക്ക് മരുന്നൊക്കെ വാങ്ങിയിട്ടാണ് നമ്മൾ പോകുന്നത്. എന്നിട്ട് ഇപ്പം അമ്മ മരുന്ന് കഴിച്ച് കിടക്കുകയാണ്. എനിക്ക് തീരെ പറ്റുന്നതല്ല. ഭയങ്കര നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 2 ദിവസം ട്രാവലിംഗ് ആണല്ലോ. ശനിയാഴ്ച വന്നു, അങ്ങനെ ഒറ്റ സ്ട്രെച്ച് ഇരുന്ന് വന്നു. പിന്നെ ഇന്നലെ വീണ്ടും വന്നു. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ അമ്മയ്ക്ക് റെസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് അമ്മയ്ക്ക് വേണ്ടായി. അതുകൊണ്ട് അമ്മ അങ്ങനെ ഒന്നും കഴിച്ചിട്ടില്ല. ഞാൻ അമ്മയെ പയ്യെ കുറച്ച് നേരം വെച്ചിട്ടുണ്ട് ഭക്ഷണം കൊടുത്ത് കിടത്താൻ വേണ്ടിയിട്ട്. പിന്നെ ഭയങ്കര സന്തോഷമായി അവാർഡ് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക്. എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഭഗവാന് ഏറ്റവും വലിയ നന്ദി. അച്ഛനെ ശരിക്കും ഇങ്ങനെ ഞാൻ ഓരോ നിമിഷവും ഇങ്ങനെ മിസ് ചെയ്യായിരുന്നു. ബിക്കോസ് അച്ഛനുണ്ടായിരുന്നെങ്കിൽ അച്ഛൻ ഇങ്ങനെ ഭയങ്കര ഹാപ്പി ആയിരുന്നു തന്നെ. ഞങ്ങളിങ്ങനെ പറയായിരുന്നു അച്ഛനുണ്ടെന്നെങ്കിൽ അച്ഛൻ ഭയങ്കര ഹാപ്പി തന്നെ, അച്ഛൻ ഭയങ്കര പ്രൗഡായനെ. അച്ഛൻ ഇങ്ങനെ ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നേ തലയിൽ വരുന്നു. അത്രയ്ക്കും സന്തോഷമായനെ. പക്ഷെ അച്ഛനെ ശരിക്കും മിസ് ചെയ്തു. അല്ലേ മാവേ കലി പിടിച്ച് കിടക്കുക. അപ്പം അങ്ങനെ പിങ്കു ചേച്ചീനെയും അച്ഛനെയും എല്ലാവരും ഏട്ടനെയും ഒക്കെ മിസ് ചെയ്തു. അപ്പം അങ്ങനെ ഞങ്ങൾ പറയായിരുന്നു ഏട്ടനെ മിസ് ചെയ്തു. ഏട്ടനില്ലാത്തതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ട്. പിന്നെ ഒബ്വിയസ്ലി അച്ഛന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒബ്വിയസ്ലി അങ്ങനെ ഓരോ വിഷയം ഓർമ്മ വരണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ കണ്ടില്ല, ഇതൊക്കെയാണ് എൻ്റെ അവസ്ഥ. ഇതിലേക്ക് പിടിച്ച് കിടത്തി ഉറക്കണം, ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കണം. അപ്പം ഞാൻ ഞങ്ങളുടെ ഫുഡ് ഒക്കെ കൊടുക്കാൻ വേണ്ടി പോട്ടെ. ഹലോ, വെൽക്കം ടു ഡേ 3. ഡേ 3 നമ്മൾ ഇന്ന് എവിടെയാണെന്നറിയോ? ഈ പെമ്പിളറുടെ ഒക്കെ റൂമിലാ. അയ്യോ എന്റെ കൈ എവിടെ? അതെ എവിടെ അവിടെ ഒരെണ്ണം കിടപ്പുണ്ട്. എവിടെ ശരു? ഹായ് പറയൂ. അതവിടെ ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ടില്ല. എണീപ്പിക്കാൻ പോണുള്ളൂ. ഞങ്ങളിവിടെ രാവിലെ എണീറ്റ് ഞാനും അമ്മയും പിള്ളേരും കൂടി ഭക്ഷണമൊക്കെ കഴിച്ച്. അമ്മയ്ക്ക് വയ്യാണ്ടിരിക്കുകയാണ് ഇപ്പോഴും. സോ കാർത്തികിനെ ഫ്രണ്ട് മരുന്ന് വാങ്ങിച്ചോണ്ട് വരാന്നുള്ള പേരിൽ നമ്മൾ വെയിറ്റ് ചെയ്യണം. അമ്മയ്ക്ക് ഒട്ടും വയ്യ. അതുകൊണ്ട് എനിക്ക് രാവിലെ ഒന്നും ക്യാമറ എടുക്കാൻ ഒരു മൈൻഡ് ഉണ്ടായിരുന്നില്ല. അമ്മയ്ക്ക് ഭയങ്കര നടുവേദന. അമ്മയ്ക്ക് അത് എന്താണെന്ന് അറിയില്ല. നടുവേദന നടുവേദന ഭയങ്കര തലവേദന. അമ്മയ്ക്ക് ഒട്ടും വയ്യ, അനങ്ങാൻ പറ്റുന്നില്ല. ഇനിയിപ്പോ അമ്മേനെ കൊണ്ട് വീട് വരെ എത്തണമെന്ന് എനിക്ക് ഭയങ്കര ടെൻഷൻ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആകെ സാഡ് ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അശ്വതി വന്നത്. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് ഇവരുടെ റൂമിലേക്ക് ഇങ്ങോട്ട് പോരാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇനിയും 12 ആവുമ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്താൽ മതി. ടാറ്റാ, ബൈ ബൈ, സീ യു അണ്ടിൽ നെക്സ്റ്റ് ടൈം. അയ്യോ സൗണ്ട് ഒക്കെ പോയി കാർക്കാറ് അല്ലേ. ബൈ, ലവ് യു, മിസ് യു. അതെ, ടാറ്റാ ടാറ്റാ, ബൈ. വോയിസ് ടെക്സ്റ്റിൽ കാണാം. ഞങ്ങൾ വോയിസ് ടെക്സ്റ്റ് മേറ്റ്സ് ആണ്. ഞങ്ങൾ ഫുൾ ടൈം വോയിസ് ടെക്സ്റ്റാ. എനിക്കുന്നുണ്ടോ? ചന്തയിൽ വെയിലടിച്ചു എനിക്ക്. ഇവിടെ കുറെ നേരത്തെ വർത്തമാനത്തിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോകണം. എന്റെ വണ്ടി 12 മണിക്ക് വരും. ഞങ്ങൾ 11 കാലായി. ഇനി പോയി റെഡി ആവട്ടെ. ടാറ്റ പറയും. ഇവിടെ ഉമ്മോട് എടുക്കണല്ലോ അറിയൂ. ടാറ്റാ ടാറ്റാ, ടാറ്റ കൊക്കു, ടാറ്റ കൊക്കു, ടാറ്റ കൊക്കിന് ഇതിനകത്ത് നോക്കിച്ചിരിക്കുക. എവിടെ ഒരു ടാറ്റ പഞ്ഞടി? ടാറ്റ പഞ്ഞേ,
ഇവിടെ ഉറക്കം കഴിഞ്ഞ് എണീച്ചു, നീ വല്ല പറഞ്ഞു. ഇവിടെ പാലുകൂടിയും കഴിഞ്ഞ് ഉറക്കം കഴിഞ്ഞ് എണീക്കുകയും ചെയ്തു. ഹലോ, ഞങ്ങളിപ്പോ ഹോട്ടലിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തു, ഇറങ്ങി. നമ്മളിപ്പോ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പറയാ, നമുക്കിവിടെ പരപ്പനങ്ങാടിയിൽ നിന്ന് നമ്മളുടെ വരുന്ന ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യില്ല. ആദ്യം നമ്മളുടെ പ്രോഗ്രാമിന്റെ വെന്യൂ വേറെ സ്ഥലത്തായിരുന്നു, പിന്നെ ഒരു ചേഞ്ച് വന്നത്. അപ്പൊ ഞാൻ അന്ന് ആദ്യം പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ അങ്ങോട്ട് ബുക്ക് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ പിന്നെ നമ്മൾ പരപ്പനങ്ങാടിയിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്യുന്ന റെയിൽവേ ട്രെയിൻ നോക്കിയിട്ട് പിന്നെ കിട്ടിയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാണ്. ഹലോ, ഞങ്ങൾ ട്രെയിനിൽ കയറി, നമ്മൾ ഭക്ഷണം കഴിച്ചു, എറണാകുളത്ത് വീട്ടിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതാണ് സംഭവം. എൻ്റെ ഒരു ഫ്രണ്ട്, ഞങ്ങളിപ്പോൾ അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോഴേക്കും അമ്മ മാവേനെടുത്തു, ഞാൻ ലഗേജ് എടുത്തു, അങ്ങനെ ചെയ്തു. അപ്പോൾ അമ്മയ്ക്ക് ഒട്ടും മാവേനെ എടുക്കാൻ വയ്യാത്തതുകൊണ്ട് അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഇവിടെ ഉണ്ട് കാലിക്കറ്റിൽ, പിങ്കി എന്ന് പറഞ്ഞിട്ട്. പിങ്കിനെ വിളിച്ചു. പിങ്കി പിന്നെ എനിക്കൊരു പോർട്ടർ, ഒരു ചേട്ടൻ്റെ നമ്പറൊക്കെ തന്നു. പിങ്കി ഹെൽപ്പ് ചെയ്തില്ല എന്നെങ്കിൽ ഞങ്ങൾ പെട്ടതിനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പിന്നെ ആ ചേട്ടൻ വന്ന് നമുക്ക് എല്ലാ കമ്പാർട്ട്മെൻറ്റും എല്ലായിടത്തും കൊണ്ടുവന്ന് ഇരുത്തി ബാഗൊക്കെ ചെയ്ത് സെറ്റ് ചെയ്ത് തന്നു. അപ്പോൾ ഭയങ്കര സമാധാനം. അത് പിങ്കിനെ വിളിക്കാൻ വേണ്ടി തോന്നുന്നതാണ് ഏറ്റവും സമാധാനം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേഗം തന്നെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് പുള്ളിക്കാരി ഉറങ്ങി എണീറ്റു. ആ ടൈമിൽ ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല. നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ വീട്ടിലേക്ക് പോവാണ്. ഞാൻ ഈ വ്ളോഗൊക്കെ മൈൻഡ് അപ്പ് ചെയ്യണം, ബിക്കോസ് ഒന്നുമില്ലല്ലോ പ്രത്യേകിച്ച്. അപ്പോൾ അതാണ് നമ്മുടെ ഈ വ്ളോഗ്. അപ്പോൾ നമ്മുടെ വ്ളോഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ തിന്നണം കേട്ടോ. ഇത് വേറെ ഇരിക്കുകയാണ് ഇവിടെ. ശരി, ബൈ. ഹായ് ചാര ഫാമിലി, ചാരക്കുടുംബം.